ഫോറൻസിക് ഉദ്യോഗസ്ഥർ ഇപ്പോൾ ഈ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി പുറത്തേക്ക് വരുന്നുണ്ട്. അവരുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും പ്രതികരണം നമുക്ക് ലഭ്യമാക്കാൻ കഴിയും എന്നാണ് കരുതുന്നത്. കാരണം ഫോറൻസിക് ഉദ്യോഗസ്ഥരുടെ മറുപടികളാണ് ഇന്ന് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. കാരണം ഇന്നത്തെ നിർണായകമായ വാക്കുകൾ അവരുടേതാണ്. അവരാണ് ആ മൃതദേഹത്തിന്റെ അനാലിസിസ് നടത്തിയിട്ടുള്ളത്. അവരുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും മറുപടി ഉണ്ടാകുമോ എന്ന് നമുക്കൊന്ന് ചോദിച്ചു നോക്കാം. ഓക്കെ, അക്കാര്യത്തിലൊരു വ്യക്തത നമ്മുടെ പോസ്റ്റ്മോർട്ടം മെഡിക്കൽ കോളേജിലാണോ ചെയ്യുന്നത്? സ്ഥിരീകരിച്ചിട്ടുള്ളത്. നമുക്ക് മൃതദേഹം നേരത്തെ പോസ്റ്റ്മോർട്ടം നടപടികളൊക്കെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആയിരിക്കും പോസ്റ്റ്മോർട്ടം തുടർ നടപടികൾ ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജ് ആയിരിക്കും അല്ലേ? അതെ. മൃതദേഹം അഴുകിയ നിലയിലാണോ? അതിനെ കുറിച്ചൊന്നും പറയാനില്ല. ആണല്ലേ? എന്തായാലും തുടർ നടപടികളെല്ലാം അവിടെ ആയിരിക്കും അല്ലേ? അത് പറയാൻ പറ്റും. ഇപ്പൊ ടീം ഓഫ് ഡോക്ടേഴ്സ് ആയിരിക്കും ചെയ്യുക അല്ലേ സാർ? അപ്പോൾ ഫോറൻസിക് വിഭാഗത്തിന്റെ ഫോറൻസിക് സർജൻ ഇതിന് നേതൃത്വം നൽകിയ വ്യക്തി അദ്ദേഹം ഇവിടെ നിന്ന് മടങ്ങുകയാണ്. അദ്ദേഹം സ്ഥിരീകരിച്ചിരിക്കുന്നു മൃതദേഹത്തിന്റെ പോസ്റ്റ്മോർട്ടം നടപടിക്രമങ്ങൾ മെഡിക്കൽ കോളേജിലായിരിക്കും എന്ന കാര്യം അദ്ദേഹം സ്ഥിരീകരിച്ചിരിക്കുന്നു. മറ്റു കാര്യങ്ങളൊന്നും തന്നെ മറുപടി പറയാൻ അദ്ദേഹം തയ്യാറായില്ല. മൃതദേഹം അഴുകിയ നിലയിലാണോ അല്ലയോ എന്ന കാര്യത്തിലൊന്നും ഒരു സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല. അദ്ദേഹം പ്രതികരിക്കാനില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഭാഗത്ത് നമുക്ക് ലഭിച്ച മറുപടി. എന്തായാലും ഒരു കാര്യം സ്ഥിരീകരിച്ചിരിക്കുന്നു, സ്പോട്ട് ഓട്ടോപ്സി ഇല്ല. സ്ഥലത്ത് നിന്ന് തന്നെയുള്ള ഒരു ആ തരത്തിലേക്കുള്ള ഒരു പരിശോധനയൊന്നും തന്നെ ഇല്ല. പകരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കാണ് മൃതദേഹം കൊണ്ടുപോകുന്നത്. അതിനുശേഷം അവിടെ വെച്ച് തന്നെ ഈ പോസ്റ്റ്മോർട്ടം നടപടിക്രമങ്ങൾ പൂർത്തിയാക്കും. അക്കാര്യത്തിൽ സ്ഥിരീകരണം വന്നിരിക്കുന്നു. അതിൽ ഇനി ഊഹാപോഹങ്ങളുടെയും ചർച്ചകളുടെയും ആവശ്യമില്ല. മറ്റ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ഫോറൻസിക് സംഘം ഇപ്പോൾ മടങ്ങുകയാണ്. അതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. യെസ്, ഇൻക്വസ്റ്റ് നടപടികളൊക്കെ പൂർത്തിയാക്കിക്കൊണ്ടാണ് ഫോറൻസിക് സംഘം ഇപ്പോൾ സ്ഥലത്ത് നിന്ന് മടങ്ങിയത്. ഫോറൻസിക് ഉദ്യോഗസ്ഥർ അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾ പ്രതികരിച്ചില്ലെങ്കിലും തുടർ നടപടികൾ പോസ്റ്റ്മോർട്ടം അടക്കമുള്ള തുടർ നടപടികൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലായിരിക്കും നടക്കുക എന്നുള്ള കാര്യത്തിൽ ഒരു സ്ഥിരീകരണം നൽകിയിരിക്കുന്നു. അതായത് ആ സ്ഥലത്ത് വെച്ച് തന്നെ പോസ്റ്റ്മോർട്ടം നടക്കാനുള്ള സാധ്യതയില്ല എന്ന് തീർത്ത് പറയാവുന്ന രീതിയിലേക്കുള്ള ഒരു കൺഫർമേഷൻ ഇക്കാര്യത്തിൽ ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. മറ്റ് വിഷയങ്ങളുമായി ബന്ധപ്പെട്ട്, അതായത് മൃതദേഹം അഴുകിയ നിലയിലാണോ തുടങ്ങിയ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ഒരു കാര്യങ്ങളും പ്രതികരിക്കാൻ തയ്യാറായില്ല എന്നുള്ളത് കൂടിയാണ്. ഉദ്യോഗസ്ഥർ തയ്യാറായില്ല. കാരണം ഇത്രയും വിവാദമായൊരു കേസ് ആയതുകൊണ്ട് തന്നെ അക്കാര്യങ്ങളിലൊന്നും ഒരു പ്രതികരണം നടത്തേണ്ട എന്നായിരിക്കണം അവർ പ്രതീക്ഷിച്ചിട്ടുണ്ടാവുക. എന്തായാലും ഇപ്പോൾ ഏറ്റവും പ്രധാനമായത് ഇൻക്വസ്റ്റ് നടപടികളൊക്കെ പൂർത്തിയാക്കിക്കൊണ്ട് ഇപ്പോൾ ഫോറൻസിക് സർജന്മാർ മടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇനിയിപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് ഈ ഗോപൻ സ്വാമി എന്ന് പറയുന്ന ആളുടെ മൃതദേഹം മാറ്റും. അതിനുശേഷം പോസ്റ്റ്മോർട്ടം നടപടികൾ നടക്കും. ആന്തരികാവയവങ്ങളടക്കം രാസപരിശോധനയ്ക്ക് അയക്കേണ്ടതായും വരും ഈ കേസിൽ. അങ്ങനെയാണെങ്കിൽ കുറച്ചധികം വൈകി തന്നെ ആയിരിക്കണം അതിൻ്റെ റിസൾട്ട് ഉണ്ടാവുക. പിന്നീട് അതിനുശേഷം ഈ മൃതദേഹം ഏറ്റെടുക്കാൻ കുടുംബം തയ്യാറാകുമോ എന്നതും പ്രസക്തമായ ചോദ്യമാണ്. കാരണം അന്ധമായ വിശ്വാസത്തിലൂന്നിക്കൊണ്ടാണ് ഇവരുടെ പ്രതികരണങ്ങൾ ഓരോന്നും നടത്തിയത്. കാരണം ഈ സമാധി ആയി കഴിഞ്ഞാൽ പിന്നീട് ആ മൃതദേഹത്തിൽ മറ്റാരും സ്പർശിക്കാനോ കാണാനോ കഴിയില്ല. അതുകൊണ്ടാണ് മറ്റാരെയും അറിയിക്കാതെ അവിടെ സമാധിയിലെത്തിയതെന്ന് പറയുന്ന ഇവർ ഇത്രയും പോസ്റ്റ്മോർട്ടം നടപടികൾക്കൊക്കെ ശേഷം ഈ മൃതദേഹം ഏറ്റെടുക്കുമോ എന്നുള്ള ചോദ്യം കൂടി ഉയരുന്നുണ്ട്. എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട സത്യാവസ്ഥ പുറത്തു വരേണ്ടതുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ നിയമം അതിൻ്റെതായ നടപടിക്രമങ്ങളിലേക്ക് നീങ്ങുന്നു. നിയമപരമായ നടപടിക്രമങ്ങൾ മാത്രമാണ് ഇതുവരെ നടന്നിട്ടുള്ളത്. ഈ കേസുമായി ബന്ധപ്പെട്ട് ഏറ്റവും സുപ്രധാനമായി ലഭിക്കേണ്ട വിവരം അദ്ദേഹം എങ്ങനെയാണ് മരിച്ചത് എന്നുള്ളതാണ്. അത് അറിയുക എന്നുള്ളതിനേക്കാണ് പോസ്റ്റ്മോർട്ടം നടപടികളിലേക്ക് നയിക്കുന്നത്. എന്തായാലും നാട്ടുകാരടക്കം ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയിരുന്നു. കാരണം അവരുടെ കൂടെ ജോലി ചെയ്ത ഒരാളുമായി സംസാരിക്കാനും കഴിഞ്ഞിരുന്നു. അപ്പോൾ പറഞ്ഞിരുന്നത് ഏകദേശം 4 വർഷം മുൻപ് വരെ അദ്ദേഹം സജീവമായി ഈ BMSന്റെ ചുമട്ട് തൊഴിലാളിയായിരുന്നു. പിന്നീട് അതിന് 4 വർഷത്തിന് ശേഷമാണ് അദ്ദേഹം രോഗിയായി കിടപ്പിലാകുന്നത്. ഇതിനിടയിൽ അദ്ദേഹം എപ്പോഴാണ് ഒരു സന്യാസ ജീവിതത്തിലേക്ക് പ്രവേശിച്ചത് എന്നുള്ള കാര്യത്തിലൊന്നും നാട്ടുകാർക്ക് വലിയ വ്യക്തതയില്ല. എന്തായാലും ഇന്നലെ രാത്രിയും ഈ സമാധി സ്ഥലത്ത് വലിയ രീതിയിലുള്ള പൂജകൾ, മണിക്കൂറുകൾ നീണ്ടുന്ന ചടങ്ങുകളൊക്കെ നടത്തിയിരുന്നു കുടുംബം എന്നുള്ള വിവരങ്ങൾ കൂടിയാണ് ലഭിക്കുന്നത്. ഈ ഇൻക്വസ്റ്റ് നടക്കുന്ന സമയത്ത് കുടുംബാംഗങ്ങളുടെ സാന്നിധ്യം കൂടി അവിടെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. മകൻ ഒപ്പം തന്നെ മറ്റൊരു സ്ത്രീ കൂടെ പുറത്തേക്ക് വരുന്നു. അത് അവരുടെ ഭാര്യയായിരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം അവരെ കൂടെ അനുനയിപ്പിച്ചുകൊണ്ടാണ് RDOയുടെ ചുമതലയുള്ള സബ് കളക്ടർ അദ്ദേഹം
ഉടൻ തന്നെ വീട്ടിലേക്ക് കയറിപ്പോയി അവരുടെ കൂടെ സാന്നിധ്യത്തിൽ അവരുടെ കൂടെ സഹകരണത്തിലാണ് ഇതൊക്കെ നടത്തിയത് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊന്നും കണ്ട രീതിയിലുള്ള ഒരു പ്രതിഷേധ പ്രകടനങ്ങളും അവിടെ ഉണ്ടായിരുന്നില്ല എന്നുള്ള കാര്യം കൂടി ശ്രദ്ധേയമാണ്. കാരണം നിയമപരമായ നടപടികൾ കുടുംബം കൂടി അംഗീകരിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ ഇതിന് വഴങ്ങുകയല്ലാതെ മറ്റു മാർഗങ്ങളില്ല എന്നുള്ള കാര്യം കൂടി അവർ തിരിച്ചറിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായ കാര്യം. എന്തായാലും ഈ നിമിഷത്തിൽ ഏറ്റവും ഒടുവിൽ വ്യക്തത വന്നിരിക്കുന്ന കാര്യം ഗോപൻ സ്വാമിയുടെ ഓട്ടോപ്സി, അതായത് പോസ്റ്റ്മോർട്ടം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലായിരിക്കും നടക്കുക എന്നുള്ള കാര്യത്തിലൊരു കൃത്യത വന്നിരിക്കുന്നു.